കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീമതി ആർ സുപ്രഭ, കെൽസ അഡ്വക്കേറ്റ് മെമ്പർ ശ്രീ MS അജിത്, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ശ്രീമതി സ്മിത സതീഷ്. വീട്ടിലറിഞ്ഞ് പപ്പയായിട്ടൊക്കെ പ്രശ്നമായി, പപ്പ എന്നെ തല്ലുകയൊക്കെ ചെയ്തു. അപ്പം അതറിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ വന്ന് അയാളോടെ പോകണം, ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യം. അപ്പം അങ്ങനെ ഞാൻ അയാളോട്ട് ഇറങ്ങി. പുള്ളിക്കാരൻ്റെ മാമനുമായിട്ട് ഇപ്പോൾ ഒരു സടി ഉണ്ടായി. ഞാൻ ചെന്ന് ഇടയ്ക്ക് വീണ് അവരെ അടിക്കാൻ കിട്ടാത്ത ദേഷ്യത്തിൽ എൻ്റെ കണ്ണിനെയൊക്കെ ഇടിച്ച് പൊട്ടിച്ച് കളഞ്ഞു. കുറുക്കിനൊക്കെ ഇടിച്ച് ഈ കണ്ണിലായിരുന്നു. നിങ്ങൾ വരണം, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ അമ്മ പറഞ്ഞു അവയാളങ്ങ് എത്തിക്കോളും, നിങ്ങൾ പൊയ്ക്കോ. അതല്ല, വണ്ടിയും കൊണ്ട് വന്നിരിക്കുകയല്ലേ, എത്രയും ദൂരം വന്നിട്ട് പിന്നെ തിരിച്ച് പോകണ്ടല്ലോ, ഞങ്ങളിവിടെ ഇരിക്കാം. അപ്പം കുളിച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ കുളിക്കുന്നവരെ ഇരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ മുമ്പിൽ കൂടെ തോട്ടിൽ പോയി കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് മുമ്പിൽ കൂടെ ഇറങ്ങി. അതുവഴി പോയി ഇനി തോട്ടിനകത്ത് ഇറങ്ങിയോ ഈ പേശ കെട്ടിപ്പൊക്കിയതുപോലെ അതിനകത്ത് പോയി എന്തെങ്കിലും പണിയാണോ എന്തോന്ന് പറഞ്ഞൂടാ. ഇനി എവിടെ മുങ്ങുന്നത് എവിടെ എന്ന് പറഞ്ഞുകൂടാ. 1-2 ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരത്തിനടുത്ത് നിന്നും വന്ന ഒരു രമ്യയുടെ കഥ നിങ്ങളിപ്പോൾ കണ്ടു. രമ്യ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ റീക്യാപ്പ് കണ്ടിട്ടുണ്ടാവും. അന്ന് രമ്യ പരാതിക്കാരിയായിരുന്നു. എതിർകക്ഷിയായ ബിജു വന്നിട്ടില്ലായിരുന്നു. അവൻ തീർച്ചയായും ബിജു ഇവിടെ വരും, ബിജുവിൻ്റെ ഭാഗം പറയും എന്ന് അന്ന് ഞാൻ പറഞ്ഞിരുന്നു. എനിക്കത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും ബിജു വന്നിട്ടുണ്ട്. ബിജു ഇവിടുന്ന് ചാനലിൽ നിന്ന് വന്നപ്പോൾ കുളിക്കാൻ പോയ ആളാ. ഇപ്പോഴാന്നോ കുളിച്ച് കഴിഞ്ഞ്? ഇത് ഭയങ്കര കുളിയായിപ്പോ കേട്ടോ. ഇത് കുളത്തിൽ പൊങ്ങി അങ്ങ് പോയതാണോ? അല്ല, എന്തായാലും കുറച്ച് സമയം കഴിയട്ടെ, ഒന്ന് ആത്മവിശ്വാസമൊക്കെ വീണ്ടെടുത്ത് പോവാന്ന് വിചാരിച്ചു അല്ലേ? എന്ന് അങ്ങനെ വിചാരിച്ചു വന്നാണ്. എന്തുകൊണ്ടാ ബിജുവിന് വരാനൊരു മടിയുണ്ടായേ? നാണക്കേട്, കുടുംബകാര്യം പോയി പറയുന്നല്ലോ എന്നുള്ളത്. അങ്ങനെ വിചാരിക്കണ്ട. നമ്മളിപ്പം ഇതിപ്പോൾ ഇങ്ങനെ പരാതിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലായാലും എവിടെ പോയാലും നമുക്കൊരു ബുദ്ധിമുട്ട് കാണും, നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങൾ പുറത്ത് പറയുന്നല്ലോ എന്നുള്ളത്. പക്ഷേ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരം കിട്ടുന്നൊരു സ്ഥലം, അത് മറ്റേതൊരു സ്ഥലത്തേക്കാൾ കൂടുതൽ എത്രയും വേഗത്തിൽ ഇവിടെ നടപ്പിലാവും എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ജീവിതം സാക്ഷിയിലേക്ക് വരുന്നത് അല്ലേ? ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു കോടതിയുടെ മുമ്പിൽ നമ്മുടെ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയാൻ പറ്റുന്നു. അവിടെ ഒരു തീർപ്പുണ്ടാവുന്നു. നമുക്ക് മനസ്സിന്റെ ഭാരം കുറയും, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ഒരു മോചനം ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചാൽ മതി. ഇപ്പൊ എന്താ അവസ്ഥ? ആ പരാതി കൊടുത്തതിന് ശേഷം രമ്യയുമായിട്ട് നിങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ രമ്യ നിങ്ങൾ ഒരുമിച്ച് തന്നെയാണോ താമസിക്കുന്നത്? എവിടാ രമ്യ? രമ്യയുടെ വീട്ടില്, നിങ്ങൾ നിങ്ങളുടെ വീട്ടില്. പിന്നെ നിങ്ങൾ തമ്മിൽ ഫോണിലോ വിളിച്ചിട്ടോ ഒക്കെ ഉണ്ടോ? സംസാരിക്കാറുണ്ടോ? എന്ത് രീതിയിലാണ് സംസാരിക്കുന്നത്? ദേഷ്യവും കാര്യങ്ങളൊക്കെ ആണോ അതോ സ്നേഹമാണോ? ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം, എന്നാലും കൂടുതലായിട്ട് സ്നേഹമുണ്ടോ? ഉണ്ടോ? ആത്മാർത്ഥമായിട്ട് പറയുകയാണോ? എന്താണ് ബിജു അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ? വേറെ വിഷയമൊന്നുമില്ല. തീരെ ചെറുപ്പത്തിൽ ആ കുട്ടി നിങ്ങളുടെ കൂടെ വന്നാൽ 14 വയസ്സിൽ അല്ലേ? ആ പ്രായത്തില് നിങ്ങളെ വിശ്വസിച്ചതിന് എന്താണ് കല്യാണം എന്തെന്നോ ദാമ്പത്യം എന്തെന്നോ ഒന്നും അറിയത്തില്ല. ഇഷ്ടമുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് വിശ്വസിച്ച് പോന്നു. അത് പരീക്ഷാ ഹാളിൽ നിന്ന് കൊണ്ടുവന്ന മറ്റുമല്ലേ? സ്കൂളിൽ പോയാ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന്. പിന്നെ അത് ഗർഭിണിയായി അബോർട്ട് ചെയ്തതിലുണ്ടായ മിസ്റ്റേക്ക് മാഡം, അത് അതിന്റെ കുടലിന് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് അവർക്ക് അബദ്ധം പറ്റി. ഇത്രയും ചെറിയ കുട്ടി അബോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, കോംപ്ലിക്കേറ്റഡ് ആയി വേറെ ഏതോ ഹോസ്പിറ്റൽ SVT കൊണ്ടുപോയല്ലേ നിങ്ങൾ? അവിടെ കൊണ്ടുപോയി അവിടെ ICU കിടന്നു കുറേ ദിവസങ്ങൾ. കുടലെന്തോ അറ്റുപോയി. ഒരു ഗർഭചിത്രം നടത്തിയപ്പോൾ എന്തോ കുഴപ്പമായി. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിന്റെ വയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും. ആ ചെറിയ പ്രായത്തിൽ അത്രമാത്രം അത് ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്തോ ഒരു ബാഗൊക്കെ ഇവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു കുറേ നാൾ, മലവുമൂത്രമൊക്കെ അതുവഴി പോകണമെന്നും പറഞ്ഞ്. അത്രയും ആ കുട്ടി ഒരുപാട് അനുഭവിക്കും. പക്ഷെ എന്നിട്ടും അവരുടെ വീട്ടുകാരെ അത് സ്നേഹിച്ചും സഹകരിച്ചും ഒക്കെ മുമ്പോട്ട് പോയി കുറെ കാലം. നിങ്ങളുടെ വീട്ടുകാർക്കായിരുന്നു എതിർപ്പ് അല്ലേ? നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെയാണ് എതിർപ്പ്, പ്രത്യേകിച്ച് നിങ്ങളുടെ അമ്മയ്ക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് അവരുടെ നിലപാട്? കുറെയൊക്കെ മാറിയിട്ടുണ്ടോ? ഇല്ല, അമ്മ അങ്ങനെ എതിർപ്പായിട്ട് പറഞ്ഞെങ്കിലും ഞങ്ങൾ താമസിക്കാൻ ചെന്ന ശേഷം വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. താമസിച്ചോണ്ടിരുന്നത് എവിടെ വീട്ടിൽ ഞാൻ താമസിച്ചോണ്ടിരുന്നു. ഞാൻ ആഹാരം കൊടുക്കുന്നില്ല, അത് കൂടുതുണി വാങ്ങിച്ചു കൊടുക്കില്ല എന്നൊക്കെയാണ് അവള് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പാതിരാത്രി 12 മണിക്കാണ് മരം വെട്ടാൻ പോണത്. വെട്ടിയിട്ട് വന്ന് ഞാൻ കരിങ്കല്ല് ചമക്കാൻ പോകും. ജാക്കി അടി ഉണ്ടെങ്കിൽ ജാക്കി അടിക്ക് പോകും.
ഇതെല്ലാം ചെയ്താണ് അവരെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. 10-12 കൊല്ലം, ഈ 2-3 കൊല്ലം കൊണ്ടാണ് പിണക്കവും വഴക്കും കേസ് കൊടുപ്പും ഒക്കെ ആയത്. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഒരു അന്വേഷിച്ചില്ലെന്ന് പറയണ എൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണെന്ന്. അല്ല, മൊത്തം ഒന്നും അന്വേഷിച്ചിട്ടില്ല എന്നുള്ളതല്ല. ഇടക്കാലങ്ങളിൽ നിങ്ങൾ ജോലിക്ക് പോകാതിരിക്കുമ്പോൾ അവരുടെ പപ്പയും മമ്മിയും സഹായിക്കാറുണ്ടായിരുന്നു. അവരുടെ പപ്പയും മമ്മിയൊന്നും എന്നെ ഒന്നും സഹായിച്ചിട്ടില്ല. അല്ല, അവരുടെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? അവരെ വീട്ടിൽ താമസിച്ചിരുന്നു. ഒരു 3-4 കൊല്ലം അവരെ വീട്ടിൽ താമസിച്ചായിരുന്നു. അവിടെ വെച്ചുള്ള അനുഭവങ്ങൾ എനിക്കറിയാം. അവരാരും എന്നെ 5 ദിവസം സഹായിച്ചിട്ടില്ല, 5 ദിവസം എനിക്ക് തന്നിട്ടില്ല. അവരോട് 5 ദിവസം ഞാൻ ചോദിച്ചിട്ടുമില്ല. ഇവളെ എല്ലാ മാസവും ഞാൻ അവളെ വീട്ടിൽ താമസം തുടങ്ങി എല്ലാ മാസവും ഇവളെ ചെക്കപ്പിന് കൊണ്ടുപോകണം. 1500 രൂപ, 2000 രൂപ. ഇതവളെ സർവ്വ ചെലവും കഴിഞ്ഞിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത്. ഇതിൽ ഒരു മാസം പണി കുറവാണ്, പൈസ ഇല്ലെന്ന് പറയണമെങ്കിൽ അവരെന്നെ ഏതെങ്കിലും ബ്ലൈഡുകാരെ പരിചയപ്പെടുത്തി തരും വാങ്ങിക്കുക. അല്ലാതെ അവരാരും 5 പൈസ എനിക്ക് തന്നിട്ടില്ല. അവരിവിടെ വന്നിരുന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ അവളെ അച്ഛനും അമ്മയാണ് വലുത്, അവര് ആണ് എല്ലാം ചെയ്യണത്. അവളോട് വന്നിരുന്ന് സംസാരിച്ച് ഞാൻ കേട്ടതാണ് അതെല്ലാം. അച്ഛനും അമ്മയാണ് വലുതെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കാരണം അല്ല, ആ കുട്ടി ആ കുടുംബത്തോട് ചെയ്ത അനീതി എന്നല്ല, പെറ്റുവളർത്തിയ അച്ഛനും അമ്മയ്ക്ക് ഒരു വേദനയും വിഷമവും കാണും. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ അവരയച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നാണ് സ്കൂളിൽ നിന്ന് അവർ ഇറങ്ങിപ്പോയത്. ആ പരീക്ഷയെങ്കിലും ഒന്ന് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ SSLC ചെയ്ത് പാസ്സായി പോയേനെ. അതുപോലും ഒരു അവസരം ഉണ്ടായില്ല. ഇത്രയൊക്കെ ആയിട്ടും അവരത് ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ഇപ്പോഴും അവർ സഹിക്കുന്നുണ്ട്. അവളെ അച്ഛനും അമ്മയ്ക്ക് അവളോട് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാണ് അവൾ എൻ്റെ കൂടി ഇറങ്ങി വരണത്. അത് അവളെ കണ്ടുകൂടാ എന്നുള്ള രീതിയിലാണ് അവൾ എൻ്റെ കൂടി സംസാരിച്ചിട്ടുള്ളത്. അവർക്ക് അവളെ കണ്ടുകൂടാ എന്നുള്ള രീതിയിലാണ് അവൾ എൻ്റെ കൂടി സംസാരിച്ചിട്ടുള്ളത്. ആ സമയത്താണ് അവൾ എൻ്റെ കൂടി ഇറങ്ങി വരണത്. അത് കഴിഞ്ഞ് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാ, പ്രായപൂർത്തിയാകാത്ത കുട്ടിയാ. തട്ടിക്കൊണ്ട് പോയാൽ ശിക്ഷ എത്രയാണെന്നറിയോ? തട്ടിക്കൊണ്ടുപോയാലല്ലേ, അവളെ ഇഷ്ടത്തോടെ വിളിച്ചോണ്ട് വേണം. കുട്ടിക്ക് ഇഷ്ടമില്ല, അതിന്റെ ഇഷ്ടം പ്രായപൂർത്തിയായിട്ടില്ല. കേസാണത്, വലിയ കേസാണത്. അവരത് കേസ് കൊടുക്കാൻ പോയെങ്കിൽ ഇയാൾ ജയിലിൽ പോയേനെ. അതാണ് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു പോസിറ്റീവ് സൈഡ് അന്നും ഞങ്ങൾ പറഞ്ഞത്. അവർ ആ കേസിനും കാര്യങ്ങൾക്കും പോയിരുന്നെങ്കിൽ ഇയാൾ പെട്ടുപോയനെ. പ്രത്യേകിച്ച് അതിനെ കൊണ്ടുവന്ന് അബോർട്ട് ചെയ്യിച്ച കേസ്, അതിനകത്ത് വന്ന അബദ്ധങ്ങൾ, അതിനകത്ത് കുട്ടിയുടെ ജീവൻ വരെ പോകുന്ന അവസ്ഥയിലേക്ക് അത് എത്തി. അങ്ങനെയൊക്കെ ഒരു കേസ് ആ കുടുംബത്തിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ബിജു ജയിലിൽ കിടക്കേണ്ടി വന്നേനെ ഉറപ്പായിട്ടും. അതവര് ചെയ്തില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ചെയ്താരൊന്നും പറയണ്ട. പറഞ്ഞു അവരത് കഴിഞ്ഞ് ഞാൻ അവരോട് വകയൊന്നും ചോദിക്കാൻ പോയിട്ടില്ല, അവളോടും ചോദിക്കാൻ പോയിട്ടില്ല. അവളെ കൂടെ വിളിച്ച് ചോദിക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അവരെൻ്റെ ഓടി വന്ന് ഇവളെൻ്റെ ഓടി 3-3 വന്ന് പറയാം, അച്ഛൻ അതെല്ലാം തരാമെന്ന് പറഞ്ഞ് എഴുതി. ഞാൻ പറയും, നീ നിനക്ക് തരണമെങ്കിൽ നീ വായര്, നിന്റെ കാര്യം എൻ്റെ ഓടി ഒന്നും പറയില്ലെന്ന് പറയുമെന്ന് പറഞ്ഞ് ലാസ്റ്റിൽ മൂത്തോളെ കല്യാണമായി. ഉണ്ടായിരുന്ന മൊത്തം അവക്കും എഴുതി കൊടുത്തു. ഒന്നും ഇല്ലാത്തവരൊന്നുമല്ല അവർ. 19 സെന്റ് സ്ഥലം, അതിൻ്റെ സൗകര്യം എല്ലാം ഉണ്ടായിരുന്നവർ തന്നെ എല്ലാം എഴുതി കൊടുത്ത്. ഞാൻ അതും ചോദിക്കാൻ പോയില്ല അവരോട്, ആരോടും ഒന്നും ചോദിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് എന്തൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു ലോൺ എടുത്ത് 3 സെന്റ് സ്ഥലം എൻ്റെ കൂടെ എവിടെ തന്നെ ഒന്ന് പറയാണ്, ചേട്ടാ നമുക്ക് കൂടെ വെച്ചൊരു ലോൺ എടുക്കാം. ഒരു വണ്ടി എടുത്ത്, ഇപ്പോൾ എൻ്റെ പൈസയ്ക്ക് തന്നെ വണ്ടി എടുത്തത്. ഇവിടെ വെച്ചൊരു ലോൺ എടുത്ത് ആ വണ്ടിയുടെ CC ക്ലോസ് ആക്കി ഒരു ആട്ടോ എല്ലാം എടുത്തിട്ട് ഓടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അപ്പം വന്ന് പറയാണ് അവർക്ക് ലോൺ എടുക്കണം. ഞാൻ പറഞ്ഞു അവരെടുത്തോട്ട്. അവർ ലോൺ എടുത്ത് ലോൺ പൈസ കിട്ടാറായപ്പോൾ അവർ വന്ന് പറയാണ്, ഇത് പാതി പൈസ തരാം. ഞാൻ പറഞ്ഞു കിട്ടണത് മാതിരി പാതി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ലോൺ എടുക്കത്തെ പൈസ വാങ്ങിക്കാൻ അന്ന് അവിടെ നിന്ന് താമസം മാറി പോവുകയാണ് അവർ. ഞാൻ അടിച്ചിറക്കിയിട്ട് പയ്യെന്നുള്ള രീതിയിലാണ് അവർ അവിടെ നിന്ന് താമസം മാറി പോകുന്നത്. എന്തിനായി പൈസ ആവശ്യപ്പെട്ടത്? ഞാൻ ആവശ്യപ്പെട്ടതല്ല, അവരിങ്ങോട്ട് പറയണതാണ്. വണ്ടിയുടെ CC ഒക്കെ ഉള്ളതുകൊണ്ട് തരാന്ന് അവർ പറയണത്. ഞാൻ അവരോട് 1 രൂപ പോലും ചോദിക്കാനും പോയിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് അവർ മാറ്റം കൊണ്ട് പോയിട്ട് ഇവിടെ വൈകുന്നേരം ഞാൻ അവളോട് ചോദിച്ച്, എടി ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കിയെന്നല്ലേ പറയുള്ളൂ, അവരെ വീട്ടിൽ താമസിച്ചിട്ട് ഞാൻ അടിച്ചിറക്കിയെന്നല്ലേ പറയുള്ളൂ, നീ എന്തിനു അവരെ പറഞ്ഞു വിട്ടാൽ നമുക്കങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് മാറാറുന്നല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ ഞാൻ അവളുമായിട്ട് സംസാരമായി. ഇതിനിടയിൽ അവിടെ നിന്ന് ആരോ ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ അവിടെ നിന്ന് വന്ന് അവിടെ ഉള്ളവരെ കൊള്ളിച്ച് എന്നെ അടുപ്പിച്ച്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് താമസം മാറുകയാണ്. മാറി ഞാൻ അവിടെ നിന്ന് ചീത്ത വിളിച്ചെന്നും പറഞ്ഞാൽ എന്നെ അടിച്ചത്. അവർ 3 പേര് കൂടെയാണ് അടിച്ചത്, കൈയും കാലും കെട്ടിയിട്ടാണ് അടിച്ചത്. അവരുടെ ബന്ധുക്കളോ? അവരുടെ ബന്ധുക്കൾ തന്നെ, അവിടെ തൊട്ട് വീടിന്റെ അടുത്തൊക്കെ ഉള്ളവർ. ഒരാളെ ചുമ്മാതെ അടിക്കുവോ? ഞാൻ ചീത്ത വിളിച്ചോണ്ട് അടിച്ചതാ അവർ. അത് കഴിഞ്ഞ് വേറൊരിടത്ത് മരം വെട്ടാൻ വേണ്ടി പോയി. അവിടെ ഒരു 9 ദിവസം എന്തൊരു വെട്ടിയെന്ന് തോന്നുന്നു. 9ന്റെ അന്ന് അവിടെ ഞാൻ കാണാൻ പാടില്ലാത്ത കണ്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ല ഞാൻ അവള് അഴുക്ക് മോശമാണെന്നൊന്നും വേറെ ആരോടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് ഇത്രയും കൊല്ലത്തിനിടയിൽ ഒരു സംശയം വന്നിട്ടുമില്ല. എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം. അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് വാരി കെട്ടിക്കൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് പോരെയാണ്. ഇതൊക്കെയാണ് സംഭവിച്ചത്. അതിനുശേഷം പിന്നെ നിരന്തരം പ്രശ്നങ്ങളാണ്. ഞാൻ പറയണമെന്നൊന്നും കേൾക്കൂല. ഞാൻ പണി കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ കാണൂല. ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് ഞാൻ ഇതിനിടയിൽ അഗസ്ത്യരോടത്ത് വരുന്നു. അന്ന് 5:30 വീട്ടിൽ നിന്ന് പോയി അവൾ തിരിച്ചു വന്നത് വീട്ടിൽ 7:30 എവിടെ പോകണമെന്ന് ചോദിച്ചാൽ മറുപടിയില്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവളെ കൊണ്ട്. ഇപ്പോഴും അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇവിടെ വെച്ച് പ്രശ്നമായ അവൻ അവിടെ വെച്ച് തള്ളലുണ്ട്. അത് കഴിഞ്ഞ് അവൻ്റെ മോൻ എന്നെ അടിച്ച് തിരിച്ചടിച്ച് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി നടന്ന്. ഇപ്പോൾ അവർ കൊല്ലാൻ വേണ്ടി അടക്കേട എന്നെ. ഈ എവളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ്
അവനുമായിട്ടാണ് ബന്ധം ഉണ്ടായിരുന്നത്. അവന്റെ മോനും അവനും കൂടെ അവന്മാരിപ്പോ എന്നെ കൊല്ലുമെന്നും പറഞ്ഞാണ് നടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ എന്നോടൊപ്പം വന്ന് താമസിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു അണ്ണന് പന്നിയോട് ജംഗ്ഷനിലിട്ട് പുള്ളിക്കാരൻ വാക്കത്തി വെച്ച് വെട്ടി. ഈ അടിച്ച വൈരാഗ്യം എന്ന് പറഞ്ഞിട്ട് വെട്ടി. അപ്പൊ ഇതാണ് പ്രശ്നം. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് അവരെന്തിന് ഇടപെട്ടു എന്നുള്ളത്. അതുകൊണ്ട് ഇന്നും ഒരു പ്രശ്നം അടിച്ച് കൊല്ലാനിട്ടിരുന്നാലും ആരും വന്ന് ഇടപെടൂല. കാരണം ഇയാൾ ഒളിച്ചിരുന്നായാലും അടിക്കും. അത് അയാളുടെ സ്വഭാവം. എന്നെ അടിച്ചാൽ ഞാൻ അടിക്കും. എന്റെ ദേഹത്തൊന്നും ഞാൻ അടിക്കും. ആരായാലും അടിക്കും. എന്റെ പണ്ടേ ഉള്ള സ്വഭാവമാണ്. ഞാൻ അവരാരും ഒന്നും ചെയ്യാൻ പോയില്ല. എന്നെ എന്തിന് കൈയും കാലും കെട്ടിയിട്ട് അടിച്ചത്? എന്നെ ഞാൻ അടിക്കണ്ടേ? ഓ, ഈ പറഞ്ഞ ആളാണ്. ആ അല്ല, ചീത്ത പറഞ്ഞെന്ന് ഇയാള് തന്നെ പറയുന്നുണ്ട്. ചീത്ത പറഞ്ഞു. ആരെങ്കിലും ചീത്ത പറയുന്നത് ശരിയാണോ? ഞാൻ എന്റെ വീട്ടിലല്ലേ പറഞ്ഞു, അവരാരെയും പറഞ്ഞില്ലല്ലേ. പിന്നെ ഞാൻ എന്റെ ഭാര്യ അടുത്താണ് സംസാരിച്ചതും വഴക്ക് കൂടിയതും. അതിനാണ് അവര് അറിയാറ്റ് പിടിച്ചു വന്നത്. നിങ്ങള് പിന്നെ ഏതെങ്കിലും പോലീസ് കേസിൽ പ്രതിയായിട്ടുണ്ടോ? ആ, എന്ത് കേസാ? അടിക്കേസ് തന്നെ. ഈ പറഞ്ഞ അടിക്കേസുകൾ തന്നെ. എത്ര കേസുണ്ട്? 3-4 ഉണ്ട്. 4 ഇവരെ അടിച്ചതിനാണോ? ഇവരെ കുടുംബക്കാരുമായിട്ടുള്ള അടി തന്നെ. ഇല്ല, പല പല കേസുകളും ഉണ്ടെന്നാണ് നിങ്ങളിപ്പോ ഇവിടെ അവിടുത്തെ സ്റ്റേഷനിൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അല്ല, അതിലെല്ലാം ഇയാള് പ്രതിയാ, ആ, വാദിയല്ല. അപ്പൊ അതെന്താ എല്ലാരെയും കയറി അങ്ങ് അടിക്കുന്നത്? ഞാൻ അങ്ങനെ കേസ് കൊണ്ട് കൊടുക്കാറുണ്ട് പേരില്ല. എനിക്ക് അടി കിട്ടിയ ശേഷം ചാടി കൊടുത്തിട്ടുള്ളൂ. അല്ല, അടി കിട്ടിയെങ്കിൽ അവരുടെ പേര് കേസ് കാണത്തില്ലയോ? ഞാൻ കേസ് കൊടുക്കാൻ പോയിട്ടില്ല. അതെന്താ നിങ്ങൾ കേസ് കൊടുക്കാഞ്ഞത്? ഇപ്പൊ നമ്മളെ ആരെങ്കിലും അടിച്ചാൽ നമ്മൾ ഉടനെ കേസ് കൊടുക്കത്തില്ലയോ? എന്നെ 8 പേരായിട്ട് JCB മുതലാളി എവളെ കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മോന് 8 പേരാ വിളിച്ചു കൊണ്ടുവന്നാണ് എന്നെ തിരുവോണത്തിന്റെ അടിക്കുന്നത്. 8 പേരായിട്ട് കാറിൽ വന്നാണ് അടിക്കുന്നത്. അത് നാട്ടുകാർ നിങ്ങൾ കേസ് കൊടുത്തോ? അച്ഛൻ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. അച്ഛനല്ല, നിങ്ങൾക്ക് എന്താ? ഇല്ല, ഞാൻ വൈദ്യന്റെ അവിടെ ആയിരുന്നു. എന്നെ വൈദ്യന്റെ അവിടെ കൊണ്ടിട്ടിരുന്നത്. ഒരാഴ്ച കഴിഞ്ഞാണ് വന്നത്. അല്ല, വെട്ടിയാല് വൈദ്യന്റെ അടുത്താണോ കൊണ്ടുവന്നത്? അവർ ഇടിച്ചതാ, കാറിൽ 8 പേരായിട്ട് വന്ന് ഇടിച്ചതാ എന്നെ. ആ നാട്ടുകാർ വളഞ്ഞു വെച്ചാൽ അവരെ പിടിച്ച് പോലീസിൽ കൊടുത്തത്. ആശുപത്രി പോവാൻ എന്ത്? വൈദ്യരവിടെ പോയത്. ആശുപത്രി പോകാൻ മുറിവൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈദ്യന്റെ അവിടെ പോയത്. എന്നിട്ട് അവരന്ന് തന്നെ പോലീസ് സ്വാധീനമൊക്കെ വെച്ച് അവരന്ന് തന്നെ ഇറങ്ങിപ്പോയി. അല്ല, ഈ 8 പേര് കൂടി നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കിയിട്ട് എന്തുകൊണ്ട് പോലീസ് പരാതിപ്പെട്ടില്ല? പോലീസ് പരാതി കൊടുത്തായിരുന്നു. എന്നിട്ട് പോലീസ് കേസ് എടുത്തില്ല? ഇല്ല. അയ്യോടാ. എന്നിട്ട് കേസ് ആരുടെ പേരിലെടുത്ത്? കേസ് ആരുടെ പേരിലെടുത്താന്ന് എനിക്ക് കോടതിയിൽ നിന്ന് വരുമ്പോ അറിയാം. നിങ്ങളുടെ പേര് കേസുണ്ടോ അതിന്? കേസുണ്ട്. അപ്പോഴേ ഇടി കൊണ്ട ആളിന്റെ പേരിലാ പോലീസ് കേസ് എടുത്തേക്കുന്നത്. ബിജു പല കേസുകളിലും പ്രതിയാണ്. അല്ല, 8 പേര് കൂടി ഒരുത്തനെ അങ്ങ് ഇടിച്ച് ചമ്മന്തിയാക്കി, എന്നിട്ട് ആ ഇടി കൊണ്ടവന്റെ പേരിൽ പോലീസ് കേസ് എടുത്തേക്കുന്നത്. എന്തിന് ഇടി കൊണ്ടു എന്നും പറഞ്ഞ വല്ലോ ആണോ? എവിടുത്തെ പോലീസ് ആയത്? ഏത് സ്റ്റേഷനാ? കാട്ടാക്കട. ഈ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കൂ? മദ്യം അടിക്കും. കഞ്ചാവ് ഉപയോഗിക്കൂ? ഇല്ല. 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 അവിടെ ഇവിടുന്ന് പോയ ടീം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം പോകും. നമ്മുടെ ആൾക്കാർ പറയുന്ന ഇവിടുന്ന് ഒരു ഭാഗത്ത് മാത്രം ഒരു പെണ്ണ് എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പോയി അന്വേഷിക്കുമ്പോൾ അവിടെ 3-4 പേർക്കായിട്ട് ചേർന്ന് നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ മൊത്തത്തിൽ പോയി കഞ്ചാവ് വാങ്ങിച്ചു കൊടുക്കുന്നു, നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഇല്ല. ഞാൻ ഉപയോഗിക്കത്തില്ല, എനിക്ക് അറിഞ്ഞും കൂടെ. എന്നെ പലതവണ എന്റെ വണ്ടി എന്റെ ഭാര്യ തന്നെ എന്റെ വണ്ടി സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പിടിക്കുമ്പോഴൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ വണ്ടിക്കകത്ത് കഞ്ചാവുണ്ട്, മദ്യമുണ്ട്. അവര് താക്കോല് കളഞ്ഞൊരുക്കി എടുത്തുകൊണ്ട് പോയപ്പം വർഷാപ്പിൽ നാളെ വിളിച്ചാണ് അവർ തുറന്ന് നോക്കിച്ചിട്ട് എന്റെ വണ്ടി തന്നോളൂ. ആരോ അവിടെ ചെന്നിരുന്നവര് നിങ്ങളുടെ മകൻ പോലും അച്ഛൻ കഞ്ചാവ് അടിക്കും എന്ന് പറഞ്ഞതായിട്ട് അത് പറയിച്ചൂടാ. അവൻ 2 ദിവസം എന്റെ കൂടെ ആണെങ്കിൽ ഞാൻ പറയണത് അവൻ പറയും. ഈ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധം ദേഷ്യം വരികയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കും ആൾക്കാർ. ദേഷ്യം വരുന്നെന്ന് പറഞ്ഞാൽ സ്വന്തം തള്ളയൊക്കെയാണ് കൂട്ടി വെച്ച് പറയുന്നത്. സ്വന്തം തള്ളയെ സഹോദരിമാരെയൊക്കെയാണ് കൂട്ടി വെച്ച് പറയുന്നത്. ആക്കാണ് ദേഷ്യം വരാത്തത്. അതിന് ഉപദ്രവിക്കുകയാണോ വേണ്ടത്? വീട്ടിൽ എവള് 1-2 ഇരുന്ന് വഴക്ക് പറഞ്ഞുകൊണ്ട് കൂടുന്നുണ്ട്. അമ്മ പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് വഴക്ക് കൂടാന്ന് ചോദിച്ചു. പാൽ കൊണ്ട് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു. ഞാൻ അമ്മയോട് നടക്കാൻ പറഞ്ഞിട്ട് വണ്ടി എടുത്തോണ്ട് ഇറങ്ങിയപ്പോഴാണ് അവൾ വിളിച്ച് പറയണത് അമ്മയും കൊണ്ട് റബ്ബറോളെ കിടക്കാൻ പോകണം. ഇതൊക്കെ കേട്ടാ എന്തിനാണ് ചെയ്യണത്? നിങ്ങള് അവരെ കഞ്ഞി മാത്രം കുടിച്ചാൽ മതി. എത്രയോ ദിവസം കഞ്ഞി മാത്രം അവര് കഴിച്ചോണ്ടിരുന്നു. ഇവിടെ ഇനി ഇറച്ചി മീനും ഒന്നും വാങ്ങിക്കണ്ട എന്നും പറഞ്ഞ് ആ കഞ്ഞി മാത്രം കുടിച്ചോണ്ടിരുന്നു എന്ന് പറഞ്ഞു. 3 ദിവസം കഞ്ഞി കുടിച്ചായിരുന്നു. 3 ദിവസം. അത് ഞാൻ തന്നെ മീൻ ചട്ടിയൊക്കെ മനഃപൂർവ്വം അടിച്ചു ഓടിച്ചത്. എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവല്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വന്നപ്പോ എന്റെ കുഞ്ഞും ഇല്ല, അവളും ഇല്ല. അവരുടെ അച്ഛന്റെ അമ്മയുടെ കൂടെ ഇവിടെ പോയിട്ട് വന്നു. അവളെ കാര്യത്തിന് അവളെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോണെങ്കിൽ പോയിക്കോട്ടെ, എന്റെ കുഞ്ഞിനെ കൊണ്ട് പോവല്ലെന്ന് പറഞ്ഞു. കൊണ്ടുപോയായിരുന്നു. അതുകൊണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നിനക്ക് കൊഴുപ്പ് കാരണം, അതുകൊണ്ട് നീ കഞ്ഞി പിടിച്ചോണ്ട് ഇടന്നാ മതി എന്ന് പറഞ്ഞു. അന്ന് നിങ്ങള് അവരെ ഉപദ്രവിക്കുകയും അവർക്ക് കഞ്ഞിയും കൊടുത്തിട്ട് ഞാൻ ചിക്കൻ ബിരിയാണി അല്ല തിന്നത്, ഞാനും അതിലുള്ള എന്നെ തിന്നുകൊണ്ട് കിടക്കണത്. നിങ്ങള് അവര് കഥ അടച്ച് ഓടിപ്പോയി പേടിച്ച് കഥ അടച്ചപ്പോ കഥ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നിങ്ങൾ കൊല്ലാൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത്. ഇത് ശരിയാണെന്നുള്ള ചിരിയാണോ ശരിയല്ല എന്നുള്ള? അല്ല, ആ കുഞ്ഞിന് ഓടുള്ള അവകാശം നിങ്ങളെ പോലെ അവർക്കും ഉണ്ടല്ലോ. അവള് തന്നെയാണല്ലോ കൊണ്ട് നടക്കുന്നത്, ഞാനല്ലല്ലോ.
ഞാൻ ചെന്ന് കുഞ്ഞിനെ അവിടെ ചെന്ന് കാണാനോ എടുക്കാനോ ശ്രമിച്ച് അന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. അവരെന്നെ ഉടനെ വിളിക്കും, നീ അവിടെ പോവല്ലേ, നിന്നെ പോവുകയാണെങ്കിൽ ഇപ്പം ഇവിടെ എടുത്തോണ്ട് വരുമെന്ന് പറയും. അല്ല എന്താ അവരുടെ അച്ഛൻ്റെ അമ്മയും വീട്ടിൽ താമസിക്കുകയും അവരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യത്തില്, കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയും അംഗീകരിക്കാത്ത കാലത്തോളം അവിടെ തന്നെ ആയിരുന്നല്ലോ താമസിച്ചിരുന്നത്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും വരണ്ട, അവര് കാണാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ടല്ലേ സാഹചര്യങ്ങളൊക്കെ മോശമായി വരുന്നത്. കുഞ്ഞുങ്ങളെ എന്തിനു റെസ്ട്രിക്ട് ചെയ്യുന്നു? ബന്ധുക്കളെയൊക്കെ അവര് കണ്ടോട്ടെ, അവർക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കുള്ള അതേ അവകാശം അവർക്കുണ്ട്. അങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവരോട് അങ്ങനെയാണ് കാണിച്ചത്. അവരോട് ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പോയിട്ടില്ല. അവരെന്നാ പറ്റിക്കണമല്ല, അവൻ്റെ കൂടെ എന്തൊരു പറഞ്ഞിട്ട് അവൻ്റെ കൂടെ എന്തൊരു കാണിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് പറ്റിക്കണമല്ല, വൃത്തി കോമാളിയുടെ രൂപമാക്കിയതുകൊണ്ടാണ് ഞാൻ അവരുമായിട്ട് സഹകരിക്കേണ്ട വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവളോടും ജോലിക്ക് പറഞ്ഞിട്ടില്ല. സ്വന്തം മോളെന്നൊക്കെ പറയണം. സ്വന്തം മോളെ കൊച്ചും ഒരു 2-3 ദിവസം ഇവിടുന്ന് പിണങ്ങി ചെന്ന് അവിടെ വലിയ കാര്യമായിട്ട് അവർ വിളിച്ച് കയറ്റി നിർത്തിയിരിക്കുന്നത്. ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റില്ല. കണ്ട പെട്രോൾ പമ്പുകളിലും കണ്ടെടുത്ത് ചട്ടി ഇറങ്ങാനും ഒക്കെ പറഞ്ഞു വിടാതെ. ഞാൻ ഒരിടത്തും പറഞ്ഞു വിട്ടിട്ടില്ല അവളെ ജോലിക്ക്. ഞാൻ വീട്ടിൽ തന്നെയല്ല അവളെ എന്നെ അടിച്ചത്. ജോലിക്ക് വിടുന്നത് തെറ്റാണോ? ജോലിക്ക് വിടുന്നത് തെറ്റാണോ? തെറ്റാണെന്ന് പറയുന്നില്ല. ഒരു സ്ഥലത്ത് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നില്ലേ? ഇപ്പൊ മാസം 3000 രൂപ ശമ്പളത്തിലോ മറ്റോ ഒരു സ്ഥലത്ത് ജോലിക്ക് പൊക്കോണ്ടിരുന്നില്ലേ? മഠത്തില് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത് 1 കൊല്ലം വരും പോവാൻ തുടങ്ങിയിട്ട്. നല്ലതല്ലേ ബിജു? വീട്ടിൽ രണ്ടുപേരും അധ്വാനിച്ച് കുഞ്ഞിന് വേണ്ടിയല്ലേ, വീട്ടിന് വേണ്ടിയല്ലേ, അതിലൊന്നും തെറ്റില്ലല്ലോ. പിന്നെ ബാക്കിയുള്ളവരുടെ അടുത്ത് എന്ത് വഴക്കും ദേഷ്യവും ഉണ്ടെങ്കിലും അതൊക്കെ ഈ കുട്ടിയെ അടിച്ച് ഉപദ്രവിച്ചുമാണ് നിങ്ങൾ തീർക്കുന്നതെന്നുള്ള അതൊക്കെ നീ പറയും പോലെ ഞാൻ കയ്യിലും കാലിലും ഒക്കെ അടി കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ അവള് പറയും പോലെ ഒന്നും അടി കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ ഇതെല്ലാം കൊണ്ട് അന്നടിച്ചു പറയിക്കുന്നത്. ഞാൻ അടി കൊടുത്താൽ ഭാര്യ അടിക്കാൻ നിങ്ങൾക്ക് എവിടെ അവകാശം തന്നേക്കുന്നത്? ഏത് നിയമമാണ് നിങ്ങളെ അധികാരപ്പെടുത്തിയേക്കുന്നത്? അന്യരെ അടിക്കുന്നതും ഭാര്യ അടിക്കുന്നതും എല്ലാം ശിക്ഷയൊന്നു തന്നെ. അവർ കൊണ്ട് കേസ് കൊടുത്താല്? ഈ ഒരു കന്യാകുമാരി കാര്യം പറയുന്നുണ്ടല്ലോ, 2 തവണ നിങ്ങൾ കന്യാകുമാരി കൊണ്ടുപോയി. 1 തവണ അല്ല, 2ാമത്തെ തവണയും നിങ്ങൾ അവിടെ തന്നെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ റൂം എടുത്തു, താമസിച്ചു. അപ്പം നിങ്ങൾ ഒരുമിച്ച് മരിക്കാനാണോ അല്ലെ അവരെ മാത്രം കൊല്ലാനാണോ, എന്ത് ഉദ്ദേശത്തിലാ കൊണ്ടുപോയി? അന്ന് വെച്ചാൽ അവര് ഒരുമിച്ച് മരിക്കാമെന്നുള്ള രീതിയിലാ പോയത്. അവര് സമ്മതിച്ചോ ഞാൻ പോയി ചത്തോളാന്ന്? അവര് സമ്മതിച്ചില്ല. അവർക്ക് അറിയില്ല. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഏകദേശം പിടികിട്ടി. അപ്പൊ അവരെ മർഡർ ചെയ്യാൻ, കൊല ചെയ്യാൻ കൊണ്ടുപോയതല്ലയോ? അവരറിയുന്നില്ല. അല്ല, അവരറിയുന്നില്ല. അവരവിടെ ചെന്നപ്പം മൊത്തം ചുറ്റുപാടുകളും കാര്യങ്ങളും കണ്ടപ്പോ ഇനി മരിക്കാൻ വേണ്ടിയാണോ കൊല്ലാൻ വേണ്ടിയാണോ എന്നെ കൊണ്ടുവന്നുള്ള ഒരു സംഗതി. അയാള് പറയുന്നു 2 പേരും കൂടെ ചാവാൻ പോയതാണ്. അപ്പൊ ഈ പെൺകൊച്ചി അറിയുന്നില്ല എന്നെ കൊല്ലാൻ കൊണ്ടുപോയിക്കാന്ന്. കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു. പോന്ന് പറഞ്ഞു. ഞാൻ ഈ കൊണ്ടിട്ട സാധനത്തിൽ നിന്ന് 2 തുണിയും എടുത്ത്, ഒരു കുഞ്ഞിന് 2 തുണിയും എടുത്തിട്ട് ഞാൻ അയാളിപ്പോൾ ബൈക്കിൽ കയറി. അയാൾ നേരെ കൊണ്ടുപോയ കന്യാകുമാരി പോയി ഒരു റൂം എടുത്തപ്പോൾ എന്തിവിടെ വന്നെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് 2 ദിവസം ഇവിടെ നിന്നിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അപ്പോൾ കുഞ്ഞപ്പോഴും 2 വയസ്സ് 2.5 വയസ്സായതേ ഉള്ളൂ കുഞ്ഞിന്. അപ്പോൾ അവിടെ താമസിച്ച് റൂമൊക്കെ എടുത്ത് ഇയാൾ വേറെ പകയായിട്ടോ ദേഷ്യമായിട്ടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ചെന്ന് മദ്യമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് രാത്രി 2 മണിയായപ്പോഴത്തേക്കും ഇയാളുടെ സ്വഭാവം മാറി. പിന്നെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടിയും ബഹളവും ഇഷ്ടം പോലെ തല്ലി. അതിനകത്തിട്ട് കുഞ്ഞെല്ലാം കണ്ടോണ്ടിരിക്കുക. അന്നത്തെ ആ ഓർമ്മ ഇന്നും എൻ്റെ കുഞ്ഞിനുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ എൻ്റെ ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് കഴുത്തിൽ കെട്ടിയിട്ട് ഫാനിങ് വലിച്ച് കെട്ടി തൂക്കാൻ നോക്കി. അപ്പം ഞാൻ പൊക്കമുള്ളതുകൊണ്ട് കട്ടിൻ്റെ പുറത്ത് നിന്നാലും എൻ്റെ കാല് തട്ടും. അപ്പോൾ അത് നടന്നില്ല. അവിടെ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് ഇയാൾക്ക് അത് പറ്റാത്തതുകൊണ്ട് ഒരു ഷോളിനെ പിടിച്ചിങ്ങനെ വലിച്ച് ഈ കഴുത്ത് അന്നേരം ഇപ്പം തഴമ്പില്ല, അന്നേരം കീറി അങ്ങ് മുറിഞ്ഞു ഈ ഷോളിൻ്റെ ഓരം കൊണ്ടിട്ട്. ഇത് കേസ് കൊടുത്തെങ്കിലേ ഇത്രയും മതി. അറ്റംപ്റ്റ് മർഡർ. ഇത് ചുമ്മാ പറയുന്നത്. ഞാൻ അങ്ങനെ കെട്ടിത്തൂക്കാനൊന്നും നോക്കിയില്ലായിരുന്നു. കെട്ടിത്തൂക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കി പിന്നെ കട്ടിലങ്ങോട്ട് ശാലം നീക്കിയാ പോരായിരുന്നു അവള് ചാവാൻ. അതിന് ജീവിതം അവിടെ പിന്നെയും കിടക്കുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇവര് കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് അന്നും ഇതുപോലെ മരിക്കുന്ന കാര്യം തന്നെയാണ്. അന്ന് ഈ കുഞ്ഞു തന്നെയാണ് രക്ഷപ്പെടുത്തിയെന്ന് തോന്നുന്നു. കുഞ്ഞിനെ ഇറങ്ങാണ്ട് അപ്പുറത്തോട്ടങ്ങാണ്ട് കുഞ്ഞിനെ കൊണ്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടാണ് മാറ്റിയെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കഞ്ചാവിന് അടിമയാണോ എന്നുള്ള ഒരു സംശയം വീണ്ടും വീണ്ടും വരുന്നത്. കാരണം നിങ്ങൾ അത് മനസ്സിൽ ഉദ്ദേശിച്ചത് ഉപയോഗിക്കുകയും ദയോ ദാക്ഷിണ്യം ഒന്നും ഇല്ലാതെ നിങ്ങൾക്കത് പ്രവർത്തിക്കാനുള്ള ധൈര്യം വരികയും ചെയ്യാം. കണ്ടിട്ട് അന്നാണ് അവളെ കന്യാകുമാരി കൊണ്ടുപോകുന്നത്. അവന്റെ മുറിയിൽ നിന്ന് അവൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ടാണ് ഞാൻ അന്നാണ് ഈ പ്രശ്നം നടക്കുന്നത്. അന്ന് അങ്ങനെ കൊണ്ടുപോയി കൊന്നേക്കാന്ന് കരുതിയല്ലയോ? ഞാനും ചാവാൻ തന്നെ വിചാരിച്ചത്. അല്ല, അവളെ മാത്രമല്ല 3 പേരും ചാവാൻ തന്നെ പോയത്. നിങ്ങൾ വേണേ ചത്തോ, അവരെ കൊല്ലാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഇത് കൊടുത്തെങ്കിൽ ഇയാൾ ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങും. അവർ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇയാൾ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. എത്ര ക്രൂരമായിട്ട് ആ പെൺകുട്ടിയോട് പെരുമാറിയേക്കുന്നത്. ഈ ഭാഗത്ത് ആ ബാഗ് തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ഇവിടെ ഓപ്പറേഷൻ ഭയങ്കര വേദനയാണ്. അതിന് കുറെ നാളിങ്ങനെ ഇതുവഴിയായിരുന്നല്ലോ മലവും മൂത്രം. ആ ഭാഗത്ത് തന്നെ ചവിട്ടാൻ വേണ്ടി പുള്ളി കൈ 2 പൊക്കി പിടിച്ചിട്ട്
അതൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് വയറ് കാണിക്കുകയൊക്കെ ചെയ്തു. ബിജു, ഞാനിങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഭാര്യയും ഭർത്താവും മാത്രം ജീവിക്കുന്ന മുറിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ സാക്ഷി വേറെ ഇല്ല. അവർക്കായാലും നിങ്ങൾക്കായാലും ഇതിൽ ഇഷ്ടംപോലെ കള്ളവും കാര്യങ്ങളും പറയാം. പക്ഷേ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുഞ്ഞ്, ആ സാക്ഷി വേണ്ട, ആ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി. മറ്റു സാഹചര്യ തെളിവുകൾ പോലീസ് പോയി സംഘടിപ്പിച്ചോളും. നിങ്ങൾ അവിടെ പോയോ, എന്താ ചെയ്തതെന്ന് പോലീസ് അന്വേഷിച്ച് വരുത്തിക്കോളും. വേറെ സാക്ഷിയൊന്നും വേണ്ട. ഇപ്പൊ എത്രയോ കേസുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്കെതിരെ എടുക്കാമായിരുന്നു. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ള ശിക്ഷയ്ക്ക് വകുപ്പായിട്ടുണ്ട്.